സഹോദരൻ അയ്യപ്പന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒരാളും അതുപോലെ നവോത്ഥാന നായകനുമായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ വീട് അതാണ് നമ്മൾ കാണുന്നത്. ആ വീട്ടിലേക്കുള്ളൊരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. എറണാകുളം ജില്ലയിലെ ചേറായിൽ കുമ്പളത്തു പറമ്പിൽ എന്ന ഒരു പുരാതന കുടുംബത്തിൽ ഒരു കൊച്ചുവൈദ്യന്റെയും ഉണ്ണൂലിയുടെയും മകനായ 1889 ഓഗസ്റ്റ് 22 അയ്യപ്പൻ ജനിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ സ്മാരകവും എല്ലാം അടങ്ങുന്ന ആ പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഈ പന്തി ഭോജനത്തിന്റെ പ്രഖ്യാപനവും മറ്റോ അടങ്ങുന്ന ശിലാഫലകം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അയ്യപ്പനെ കുറിച്ചുള്ള ഒരു ചരിത്രം അടങ്ങുന്ന ഒരു ശിലാഫലകം ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഈ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കളായി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഈ മഹാന്മാരായ വ്യക്തികളെ ഓർമ്മിക്കാൻ വേണ്ടി ഇപ്പോഴും ഈ സ്മാരകമായിട്ട് ഓർക്കുന്നുണ്ട്. നമ്മൾ ആ വീട്ടിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. എന്നാലും ഒരു ജാതി ഒരു മതം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ മനുഷ്യ ദർശനത്തെ ശാസ്ത്രീയതയുടെയും യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ വിപുലീകരിച്ച് രാഷ്ട്രീയ പ്രയോഗമാക്കി മാറ്റുകയായിരുന്നു അയ്യപ്പൻ ചെയ്തിരുന്നത്. ഈഴവ സമുദായത്തിൽ ജനിച്ച അദ്ദേഹം തൊട്ടുകൂടാത്തവരുമായി അവഗണിക്കപ്പെട്ടിരുന്നവരുമായി ദളിതരെ ചേർത്ത് മിശ്രഭോജനം നടത്തിയത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാന സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. പഴയ വീടിൻ്റെ ഉൾഭാഗങ്ങൾ നമ്മൾ കാണുന്നു. എന്തായാലും ഗാന്ധിജിയുടെ ആദർശങ്ങളോട് പൂർണ്ണമായി യോജിപ്പിച്ചില്ലെങ്കിൽ പോലും ഗാന്ധി എന്ന മനുഷ്യനെ അയ്യപ്പൻ ആരാധിച്ചു എന്നതാണ് നമുക്ക് അറിയാവുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ 1920-കൾ മുതൽ ദേശീയമായി പടർന്നു പന്തലിച്ച അംബേദ്കർ പ്രസ്ഥാനത്തോടും അദ്ദേഹം ഐക്യപ്പെട്ട. തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ തന്നെ സാമുദായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ തന്നെ പ്രസംഗം, ലേഖനങ്ങൾ, SNDP യോഗ പ്രവർത്തനം എന്നിവയായിരുന്നു പ്രധാനം. ഇതിനിടയിലാണ് കുറേ കവിതകൾ എഴുതി. ഇക്കാലത്താണ് മഹാകവി കുമാരനാശാനുമായി സഹകരിച്ചും സഹവാസമുണ്ടായത്. സാമുദായിക പരിഷ്കരണ ലക്ഷ്യമാക്കി കവിതകൾ രചിക്കാൻ അയ്യപ്പന് കുമാരനാശാൻ ശക്തിയായ പ്രേരണ നൽകി എന്നതാണ് അറിയുന്നത്. എന്തായാലും നമ്മളിതായി കാണുന്ന കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമായ മിശ്രഭോജനത്തിൻ്റെ ആ സ്മാരകം അവിടെ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഈ മിശ്രഭോജനം നടക്കുന്നതിന് തന്നെ പ്രധാന ഒരു പ്രേരണയായത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ഈ ജാതിക്കെതിരായി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് നമ്മുടെ അനുയായികളുടെ മനസ്സിൽ നിന്ന് തന്നെ അത് നീക്കം ചെയ്യാൻ വേണ്ടത് പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ശ്രീനാരായണ ഗുരു ഒരിക്കൽ അയ്യപ്പനെ കണ്ട് പറഞ്ഞു. അത് അയ്യപ്പന്റെ മനസ്സിൽ വല്ലാതെ ആഴത്തിലങ്ങ് പതിഞ്ഞു. അങ്ങനെ ചേറായിൽ 1917 മെയ് 29 ഏതാനും ഈഴവരെയും പുലരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം നടത്താൻ അയ്യപ്പനും സുഹൃത്തുക്കളും തീരുമാനിച്ചു. സ്നേഹിതനായ KK അച്യുതൻ മാസ്റ്റർക്ക് പരിചയമുള്ള വള്ളോൻ, ചാത്തൻ എന്നീ അധികൃത വിദ്യാർത്ഥികളെ മിശ്രഭോജനത്തിൽ പങ്കെടുപ്പിക്കാമെന്ന് തീരുമാനിച്ചു. 12 പേർ ഒപ്പുവെച്ച ഒരു നോട്ടീസ് അവർ പുറത്തിറക്കി. തീരുമാനിച്ച ദിവസം അവിടെ ഒരു സമ്മേളനം നടത്തിയ ശേഷം തയ്യാറാക്കിയ ഭക്ഷണം ഈ വിദ്യാർത്ഥികളുടെ കൂടെ ഇരുന്ന അയ്യപ്പനും സുഹൃത്തുക്കളും കഴിച്ചു. മിശ്രഭോജനം ചേറായിലെ സാമുദായിക ജീവിതത്തിൽ വലിയ ശക്തിവിശേഷങ്ങൾക്ക് കാരണമായി. സഹോദരൻ അയ്യപ്പൻ എന്ന് പേര് വരാൻ കാരണം ഇദ്ദേഹം 1917 സഹോദര സംഘം എന്ന ഒരു പ്രവർത്തന സംഘടന രൂപീകരിച്ചു. മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. സഹോദര പ്രസ്ഥാനം വഴി അയ്യപ്പൻ കേരളത്തിൽ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. അദ്ദേഹം സഹോദരൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടത് ഈ കാരണങ്ങളാലാണ്. ചേറായി രാമവർമ്മ സ്കൂളിൽ കുറെ നാൾ അധ്യാപകനായിരുന്നു. കിട്ടുന്ന ശമ്പളം പൊതുപ്രവർത്തനത്തിന് ഉപയോഗിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ആ സ്മാരകമുണ്ട്. അതുപോലെ തന്നെ ലൈബ്രറിയും ഇതിനകത്ത് സഹോദരൻ അയ്യപ്പന്റെ സ്മാരകത്തിൽ ഒരു നല്ല ലൈബ്രറിയും ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇനി നമ്മൾ ഒരു പ്രധാന നോർത്ത് പറവൂരിൽ കണ്ട ഒരു പഴയ കെട്ടിടത്തിൻ്റെ ഞാനൊന്ന് പകർത്തിയതാണ്. വളരെ പുരാതനമായി തോന്നിയ ഒരു പഴയ കെട്ടിടം നോർത്ത് പറവൂരിൽ കണ്ടു. ഞങ്ങൾ ജൂത അമ്പലത്തിലേക്ക്, അതായത് അവിടെ ഒരു ജൂത ദേവാലയമുണ്ടല്ലോ, പ്രധാനമായിട്ടും കൊച്ചിയിലെ ഏറ്റവും പ്രസിദ്ധമായതാണ് ജൂതന്മാരുടെ ഒരു ദേവാലയം. ആ ദേവാലയത്തെക്കുറിച്ച് കാണാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് അടുത്ത യാത്ര.
ആ ദൃശ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൻ്റെ വിവരങ്ങളും ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.